പക്ഷെ എന്താ സന്ദീപ് വാര്യർ BJP വിട്ടു പോയതിന് ശേഷം സന്ദീപ് വാര്യർ ആദ്യം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാനായിട്ട് പോയി. അതിനുശേഷം മുസ്ലിം സംഘടനകളെല്ലാം അദ്ദേഹം ഓടി നടന്ന് കാണുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മുൻപത്തെ പാർട്ടിയായിട്ടുള്ള BJPയിലെ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അണികൾ ഇതിൽ അദ്ദേഹത്തോട് വലിയ രീതിയിലുള്ള അമർഷം പ്രകടിപ്പിച്ചു. പക്ഷേ ആ അമർഷം അദ്ദേഹത്തെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കൂ എന്നൊന്നും ആയിട്ടില്ല. ട്രോളുകളുടെ രൂപത്തിലാണ് അത് പുറത്തു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹത്തിൻ്റെ ഒരു ന്യായീകരണമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്. അദ്ദേഹം പറയുന്നത് പതിറ്റാണ്ടുകളായിട്ട് ജയിലിൽ അടച്ചു കിടക്കുന്ന ഒരാൾ, ഈ ജയിലെന്ന് പറഞ്ഞാൽ BJPയോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. ഈ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ആ ജയിൽ വിട്ട് പുറത്തേക്ക് വരുമ്പോൾ തോന്നുന്ന ഒരു വികാരമുണ്ട്. ആ വികാരം സ്വന്തം ആൾക്കാരെ പോയി കാണാനുള്ളൊരു വികാരമാണ്. അതുപോലെ ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടന്ന ഞാൻ ആ ജയിലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ആ ജയിലാണ് BJP, അന്യമത വിദ്വേഷമാണ്, ഈ കൂട്ടരെ വെറുക്കാനാണ്. എന്തിനെന്ന് പോലും എനിക്കറിയില്ല, എന്തിനെന്ന് പോലും അറിയാതെ ഞാൻ ഈ കൂട്ടരെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു, ഈ കൂട്ടരെ ഞാൻ വെറുത്തുകൊണ്ടിരുന്നു. അവസാനം ആ ഒരു വിദ്വേഷം വിളമ്പുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഞാൻ ഇവരെയൊക്കെ കാണാൻ പോയി, കൂടുതലായി ഇവരെയൊക്കെ ഞാൻ അറിയാൻ പോയി. അറിയാതെ ചെയ്തു പോയൊരു തെറ്റിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പോലും മോചിതനാകാൻ എന്നെ സമ്മതിക്കാത്ത മലയാള സമൂഹത്തിൻ്റെ കഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേതുമാധവനിലൂടെ ലോഹിദാസ് അത് വരച്ചിട്ടിട്ടുണ്ട്, അറിയാമല്ലോ. ഗുണ്ടയായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഗുണ്ടയാണെന്ന് പറയുന്ന ലോഹിതദാസിൻ്റെ കിരീടം, ആ സിനിമയാണ് പുള്ളി കോട്ട് ചെയ്യുന്നത്. പക്ഷേ നിറഞ്ഞ സന്തോഷത്തോടു കൂടി പറഞ്ഞുകൊള്ളട്ടെ, വെറുപ്പിൻ്റെ പക്ഷം വിട്ടെറിഞ്ഞു വന്ന എനിക്ക് ഇന്നാട്ടിലെ മനുഷ്യരിലെ, അത് കൊട്ടേഷൻ മാർക്കാണ്, അതായത് മുൻപ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിലൊന്നും മനുഷ്യരായിരുന്നില്ല എന്നതിനർത്ഥമുണ്ട്. മനുഷ്യരിലെ ഒരാളിൽ നിന്ന് പോലും മുഖം കറുത്തൊരു നോട്ടം പോലും നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഇദ്ദേഹത്തെ മനസ്സറിഞ്ഞ് സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്. ആരെയാണോ ഞാൻ അകറ്റി നിർത്താൻ ശ്രമിച്ചത് അവർ തന്നെയാണ് ഒരുപാടധികം സ്നേഹാശ്ലേഷങ്ങളുമായി എന്നെ പൊതിഞ്ഞു കിടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ തുടങ്ങുന്നവരുടെ പരിഹാസങ്ങൾക്ക് മലയാളി ചുമ്മാ തൊലി കളയുന്ന ഉള്ളിത്തൊലിയുടെ വില പോലും നൽകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരിഹാസമാണ് കേട്ടോ. അദ്ദേഹം ഇപ്പോൾ പറയുന്ന സനാതന ഹിന്ദുവായി ജീവിക്കാനും മരിക്കാനും ഈ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ ഹിന്ദുത്വവാദിയല്ല, ഹിന്ദുവല്ല, അദ്ദേഹം ഇപ്പോൾ സനാതന ഹിന്ദുവാണ്. സനാതന ഹിന്ദു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, വായിൽ കോലിട്ട് കുത്തിയാലും കടിക്കാത്ത ആൾക്കാരാണ് സനാതന ഹിന്ദു എന്ന് പറയുന്നത്. ഒരു കരണത്തടിച്ച് മറുകരണം കാണിച്ചു കൊടുക്കുക, മറുകരണത്തും അടി കിട്ടിയാൽ കുഞ്ഞിന് കൂമ്പിനിടിക്കാനായിട്ട് കുഞ്ഞിനിങ്ങനെ നിന്ന് കൊടുക്കുക, കൂമ്പിനിടിച്ചിട്ട് പോവുക. പറ്റുമെങ്കിൽ എന്താ ജീവിതകാലം മുഴുവൻ അടിമത്വം പേറി ജീവിക്കുക. അതാണ് ഈ സനാതന ഹിന്ദു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തിന് അതിന് വ്യാഖ്യാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ തെറ്റുതിരുത്തി ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു. ഇതുവരെ അദ്ദേഹം മനുഷ്യനല്ലായിരുന്നു, ഇനിയിപ്പോൾ മൃഗമായിരുന്നു അദ്ദേഹം. ഇതിനകത്ത് നമുക്ക് സന്ദീപ് വാര്യരോട് പറയാനുള്ളത്, ഇത് ഇദ്ദേഹത്തെ പറ്റി മോശമാക്കാനോ അദ്ദേഹത്തെ ചർച്ച ചെയ്യാനോ നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ രീതി കൊണ്ട് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ കുറേ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ചർച്ച ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സന്ദീപ് വാര്യർ ഈ പറയുന്ന വെറുപ്പിൻ്റെ അത് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ പോയത് സ്വർണത്തിൻ്റെ മറ്റേ മനുഷ്യരിലേക്ക് അല്ലെ സ്നേഹത്തിൻ്റെ കടയിലേക്കൊക്കെ പോകുന്നതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. സന്ദീപ് വാര്യർ കണ്ട ഈ തങ്ങളെയോ അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബത്തെ പറ്റി നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തങ്ങളുടെ കുടുംബത്തെ പറ്റി വളരെ നല്ല അഭിപ്രായവും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനമൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ചില നിലപാടുകളെയാണ് വിമർശിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം മുത്തുക്കോയ തങ്ങളെ കണ്ടു, അദ്ദേഹം എന്തോ മോശമാണ്, അദ്ദേഹത്തിന് നിലപാടുണ്ട്, ആ നിലപാടിനകത്ത് കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കും. അല്ല, ഒരു സമുദായം, ആ സമുദായത്തിൽ ഒരു സമുദായ നേതാവ്, ഇപ്പം ഞാനും ചേട്ടനും മറ്റാൾക്കാരും ജനിച്ച സമുദായത്തിൽ നമ്മുടെ ഹിന്ദു ആത്മീയ ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു സമുദായത്തിൽ ജനിച്ചു, ആ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ തങ്ങൾ ആ പാർട്ടിയുടെ ഭാഗമല്ലേ പറയുന്നത്, അല്ലെങ്കിൽ അത് അവരുടെ പെരുമാറ്റത്തിനകത്ത് അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ സമുദായ ആചാര്യനാണെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നത്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അത് മറ്റ് സമുദായത്തിന് ദോഷം ചെയ്യുന്നെങ്കിലോ മാധ്യമങ്ങളെന്ന രീതിയിൽ ചർച്ച ചെയ്യുന്നുള്ളത്. വ്യക്തിപരമായിട്ട് ഇവരാരും മോശക്കാരോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇടപെടുന്നതിനോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനോ ഒന്നും നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, കാണാനും സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ പറ്റിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ മാന്യമായിട്ടുള്ളത്. ഇതൊന്നും സന്ദീപ് വാര്യർ വന്നിട്ട് ഇവിടുത്തെ പൊതുജനത്തെ പഠിപ്പിക്കേണ്ട കാര്യവും അല്ലെങ്കിൽ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ല, എനിക്ക് പ്രധാനമായിട്ടും പ്രശ്നം
പ്രശാന്തനോട് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ സന്ദീപ് വാര്യർ പൊക്കോട്ടെ, അതിൽ യാതൊരു വിധ തെറ്റുമില്ല, അദ്ദേഹം മനുഷ്യരുടെ ഇടയിലേക്ക് തന്നെ പൊക്കോട്ടെ. പക്ഷെ അദ്ദേഹം ഇതുവരെ നിന്ന പാർട്ടിയെക്കുറിച്ച് നിശ്ചിതമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹം ഇതുവരെ നിന്ന പാർട്ടി വെറുപ്പിൻ്റെ ഫാക്ടറി ഉണ്ടാക്കുന്ന മൃഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ടീമുകളാണോ? അല്ലേ, അതിനെപ്പറ്റി നമ്മൾ പറയാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യം അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ധനുഷ് മനസ്സിലായില്ലേ? ഇപ്പം ധനുഷ് ഇപ്പം നമ്മൾ രാവിലെ ഒരാളുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മളിവിടെ വരുന്ന അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും കേട്ടാൽ ഏറ്റവും അടുത്ത് മനസ്സിലാവുന്ന ഒരു വിഷയം വന്നത് ഫക്രുദ്ദീനെ പറ്റി നമ്മൾ സംസാരിച്ചു. ഫക്രുദ്ദീൻ എന്ന് പറയുന്നത് അദ്ദേഹം മുസ്ലിമാണ്. നമ്മൾ സംസാരിച്ചെന്തോ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇത്രയും മാന്യമായിട്ട് എല്ലാ മേഖലയിലും ബിഹേവ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ടോക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആശയത്തോട് ചിലർക്ക് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ചീത്തോട് എന്ത് കാര്യത്തിലാണ് അതാണ് യഥാർത്ഥ മുസ്ലിം. അങ്ങനത്തെ മുസ്ലിങ്ങൾ, അതായത് അദ്ദേഹം അവലംബിക്കുന്ന ജീവിതവും ഒരു രൂപയുടെ പൈസയുടെ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരാളെ മോശമായിട്ട് ബോധ്യമില്ലാത്തൊരു വിമർശിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു ചിട്ടയുണ്ടല്ലോ. ഫക്രുദ്ദീൻ നമ്മൾ കാണുമ്പോൾ ബഹുമാനം തോന്നേണ്ട കാര്യമാണ്. പുള്ളിയുടെ ഓരോ കാര്യത്തിലും നമുക്ക് തോന്നി. അതുപോലെ മുക്കാലും ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ മുക്കാലും അത് സന്ദീപ് വാര്യർക്ക് അറിയാഞ്ഞിട്ടാണോ അതെങ്കിൽ ഇപ്പം ചെന്നപ്പോൾ അറിയുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അദ്ദേഹം പറയുന്നത് എന്റെ ബോധ്യം ഈ പാർട്ടിയിൽ നിന്നതുകൊണ്ട് ഇല്ല. അതാ ഞാൻ പറയുന്നത്. സന്ദീപ് വാര്യരെ എനിക്കറിയാവുന്ന, നമ്മൾക്ക് മനസ്സിലാവുന്ന, എനിക്ക് പറയാൻ സാധിക്കുന്ന പറയാം, എനിക്കറിയാവുന്ന BJP കാട്ടി കൂടുതൽ RSSനെ എനിക്കറിയാം. RSSന്റെ നേതാക്കന്മാർ എവിടെയും അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ നാളെ സംസാരിച്ച് നോക്കുക, അവരവരുടെ രാഷ്ട്രീയം നമ്മുടെ അടുത്ത് പറയത്തില്ല. നമ്മുടെ രാഷ്ട്രീയം അവിടുന്ന് പറഞ്ഞാൽ അവരവരെ അഭിപ്രായം പറയത്തില്ല. അവരെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനും എതിരായിട്ട് അവർ പറയുന്നതായിട്ട് നമ്മൾ ദേശീയതയ്ക്കെതിരെ നിൽക്കുന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് നമ്മുടെ ഇന്ത്യയെ ബാധിക്കുന്ന വിഷയങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ആ RSSന്റെ ഭാഗമായിട്ടാണ് ഇയാൾ നിന്നതെന്നല്ലേ പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടിയാണല്ലോ BJP. അപ്പം അതിനകത്തു നിന്ന് പറഞ്ഞു വിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ അല്ലെങ്കിൽ പ്രത്യേക ഇപ്പോൾ ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ മുസ്ലിമിനെയോ ഒന്നും പറയുന്നതിന് വേണ്ടി BJP ഇന്ത്യയിലുടനീളം ആരെ ഏൽപ്പിച്ചതായിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ആരെ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് BJP പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ PFIക്കാരനെ പറ്റി പറഞ്ഞു കാണും, അല്ലെങ്കിൽ SDPIക്കാരൻ കാണിക്കുന്ന നെറുകേടിനെ പറ്റി പറയാൻ, അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒക്കെ കയ്യിലെണ്ണാവുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ പറയാനോ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവർക്കെതിരെ പറയാനും ആണല്ലോ ഇയാളെ ഏൽപ്പിച്ചിട്ടുള്ളതും ഇയാൾ പറഞ്ഞിട്ടുള്ളതും. അതെങ്ങനെ ഒരു സമുദായത്തിൻ്റെ മൊത്തമായിട്ടുള്ള പറച്ചിലാവുന്നത്? അതായത് വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് പറയുന്ന ആൾ ആ വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ ഇരുന്ന് ചെയ്ത ജോലിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അയാൾ പറഞ്ഞത് എന്നെ ഏൽപ്പിച്ചിരുന്നു ഒരു പ്രത്യേക സമുദായത്തിനെതിരെ പറയുന്നതിന് വേണ്ടി, അത് ചെയ്തുകൊണ്ട് ഞാനിരുന്നു. അതിനകത്തു നിന്ന് ഞാൻ നിർബന്ധപൂർവ്വം എന്നെക്കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്ന അതിനകത്തുനിന്ന് 20 കൊല്ലത്തിന് ശേഷം ഞാൻ വെളിയിൽ വരുന്നു. വെളിയിൽ വന്നതിന് ശേഷം എനിക്ക് അവരോടാണ് കൂടുതൽ, ഞാൻ വെറുപ്പോടുകൂടി പറഞ്ഞിട്ടുള്ള, എന്നോട് വെറുപ്പോടുകൂടി പറയണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്ന അവരുടെ കൂടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമ്മതിക്കുന്നത്, അവരിൽ നിന്നാണ് എനിക്ക് സ്നേഹം കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. അതിനകത്ത് യാതൊരു വാസ്തവുമില്ല. ഇദ്ദേഹം ഒരു കള്ള നാണയമാണ്. ഇദ്ദേഹം ഒരു കള്ള നാണയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇദ്ദേഹം വിചാരിച്ചിരുന്നത് BJP എന്ന് പറയുന്നതും RSS എന്ന് പറയുന്നതും ഒരുപക്ഷെ ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അവരേൽപ്പിച്ചിട്ടില്ലെങ്കിലും അവരുടെ കൂടുതൽ പരിഗണന കിട്ടുന്നതിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട ജോലി ഇവിടുത്തെ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും ഒക്കെ കുറ്റം പറഞ്ഞു നിന്നാൽ അവരുടെ കൂടുതൽ പരിഗണന കിട്ടുമെന്നാൽ പുള്ളി വിചാരിച്ചു. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ രാജ്യവിരുദ്ധ ശക്തികളെ പറ്റിയല്ല പറഞ്ഞു. പുള്ളി വിചാരിച്ചു BJP എന്ന് പറയുന്നതോ അല്ലെങ്കിൽ RSS, അതായത് ഈ ഇതിനെ പറ്റിയും പുള്ളിക്കൊരു ബോധ്യമില്ല. എങ്ങനെയോ ഒന്ന് ഇതിനകത്ത് പെട്ടാണ് ഇവർ പുള്ളി ഇങ്ങനെ പറഞ്ഞാൽ ആവുമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം അതിനകത്തോട്ട് ചെന്നപ്പം അവരുടെ ഭാഗത്ത് നിന്ന് അപ്പം ഇപ്പം ഇയാൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇയാൾ കൃത്യമായ അജണ്ട വെച്ച് നീങ്ങുന്ന ഒരു മനുഷ്യനാണ് നമുക്ക്. ഇപ്പം അതിനകത്ത് ചെന്നപ്പോഴും ഒരുപക്ഷെ അവരെ ഏൽപ്പിക്കുന്നതൊന്നും ആയിരിക്കത്തില്ല ഇത്. ഞാനിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ടോക്കിനകത്ത് ഇദ്ദേഹം ലീഗിൻ്റെ കൊടി അവരെ ഏൽപ്പിച്ചിട്ട് വീശി, ഇയാൾ മേടിച്ച് വീശുക. മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇയാൾ മേടിച്ച് വീശുകയാണ്. അല്ലെങ്കിൽ ഞാൻ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അവരിതൊന്നും കേട്ടിട്ടുണ്ടാവത്തില്ല. ഒരുപക്ഷെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കാണിച്ചതുപോലുള്ള അഭ്യാസമായിരിക്കും കാണിക്കാൻ പോകുന്നത്. അതായത് ഈ വെറുപ്പിൻ്റെ ഫാക്ടറി ഇവിടെ നിന്ന് പുള്ളി നടത്തിയതുപോലെ തന്നെ ഈ വെറുപ്പിൻ്റെ ഫാക്ടറി അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് പോയി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുള്ളി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വാചകങ്ങളുടെ അർത്ഥം എന്തുവാ? ഈ വാചകങ്ങളുടെ അർത്ഥം എന്തുവാ? ഈ വെറുപ്പിൻ്റെ ഫാക്ടറി ഞാൻ തുപ്പിയത് BJP എന്നെ തുപ്പിച്ചതാണ്. അതേ സാധനം തന്നെ അപ്പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അത് ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ലെങ്കിൽ ആ ധ്രുവീകരണത്തിൽ കൂടെ അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നോക്കുമല്ലേ? അല്ലെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ
അതല്ലാതെ പറയുകയാണ്. ഇങ്ങനെ അല്ലാതെയാണെങ്കിൽ അയാൾ എന്തോ അജണ്ട വെച്ചല്ലേ അയാളെ കൊണ്ട് ഇങ്ങനെ പറയിച്ചുകൊണ്ടിരിക്കുക. രണ്ടായാലും ഏതാണ്ട് ഒന്നും സംഭവിക്കുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ അജണ്ട, അല്ലെങ്കിൽ വേറെ ആരുടെയോ അജണ്ട. അതായത് ഒരു കാര്യം സന്ദീപ് വാര്യർ മനസ്സിലാക്കണം. ഇവിടെ സന്ദീപ് വാര്യർ ഇവിടുത്തെ മുസ്ലിങ്ങളെ ഒന്നും ഇവിടെ ആർക്കും മനസ്സിലാക്കി കൊടുക്കണ്ട, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഒന്നും മനസ്സിലാക്കി കൊടുക്കണ്ട, ഇവിടുത്തെ ഹിന്ദുക്കളെ ഒന്നും മനസ്സിലാക്കി കൊടുക്കണ്ട. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പ്രാപ്തമായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുടനീളമുണ്ട്. ഇവിടുത്തെ മുസ്ലിങ്ങൾ 95% വരുന്ന മുസ്ലിങ്ങളും ഇവിടുത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാലും ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാലും ഒക്കെ ജീവൻ കളയാനും അല്ലെങ്കിൽ ദേശസ്നേഹമൊക്കെ ഉള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരു 10% വരുന്ന ആൾക്കാർ ഈ കുഴപ്പങ്ങളുണ്ടാക്കി അവർ ഇതിൻ്റെയൊക്കെ മുഖമാകുമെന്നാണ് ചിലപ്പോൾ പറയുന്നത്. അവരുടെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നിന്ന് കൊടുക്കുന്നെങ്കിൽ അത് തെറ്റാണ്, ലീഗ് നിന്ന് കൊടുക്കുന്നെങ്കിൽ അത് തെറ്റാണ്, CPM നിന്ന് കൊടുക്കുന്നത് അത് തെറ്റാണ് എന്നൊക്കെ ഇവിടെ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ട്. സന്ദീപ് വാര്യർ ഈ വെറുപ്പിൻ്റെ കട ഇതാണെന്നും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇന്നാണെന്നും ഇവിടെ ആരെയും മനസ്സിലാക്കേണ്ട. അപ്പം സന്ദീപ് വാര്യർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് ആ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തു? ധനുഷിനറിയാമോ? നമ്മൾ പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ മൊത്തം മുസ്ലിങ്ങളാണ്. ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ട് ഒരു ടോക്കിലും പറയത്തില്ല. കേൾക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആരാന്നറിയോ? ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. നമ്മൾ ഹമാസിനെതിരെ പറയും. ഹമാസ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത്. അല്ലെങ്കിൽ ഇവിടുത്തെ PFIക്കാരനെതിരെ പറയണ്ടേ? ഏഷ്യ PFIക്കാരനെതിരെ പറയണ്ടേ? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയണ്ടേ? ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവനെ കൊല്ലണം തിന്നണമെന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ ബംഗാളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് അവിടെ ആൾക്കാരെ കൊല്ലുന്നതിന് പറയരുത്. അവനെ കൊല്ലുമ്പം ഇവിടെ തലശ്ശേരി തുല്യകാര്യം വാർത്തയ്ക്കകത്ത് പറയുമ്പോൾ നമ്മളെങ്ങനെ മുസ്ലിമിനെതിരാവുന്നത്? ഒരു മുസ്ലിമിനെതിരെ ഞാൻ മുസ്ലിം, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ സഹകരിക്കുന്ന ധനുഷിനറിയാലോ മുസ്ലിങ്ങളാണ്. അത് നല്ല അവർക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ കയറി ഈ നോയമ്പുള്ള സമയത്ത് എല്ലാ ദിവസവും കഞ്ഞി നമുക്ക് കൊണ്ടുവന്ന് കുടിച്ചിട്ടുള്ളവനെ. അപ്പം ഈ സന്ദീപ് വാര്യർ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിന്ന് വെറുപ്പ് തുപ്പിയിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം ശൈലി, അത് ആരും ഏൽപ്പിച്ച് തുപ്പിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് പോയി ഞാൻ തുപ്പിയത് എൻ്റെതാണെന്ന് പറഞ്ഞ് വീണ്ടും ധ്രുവീകരണം ഉണ്ടാക്കുന്ന അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ദേശസ്നേഹികളെയൊന്നും വേർതിരിക്കാൻ സന്ദീപ് വാര്യർ ശ്രമിക്കേണ്ട. അത് നടക്കത്തില്ല. സന്ദീപ് വാര്യരുടെ ഈ കപട രാഷ്ട്രീയമാണ് ഇതിനകത്ത് വയറ്റിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടായിരിക്കും ഇതിനകത്തെന്ന് പറഞ്ഞാൽ BJPക്കകത്ത്, അതുകൊണ്ടായിരിക്കും അയാൾക്ക് വെളിയിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കും RSS അയാൾക്ക് സംരക്ഷണം ഒരുക്കാഞ്ഞത്. അതിനകത്ത് എന്നിട്ടും അതിനകത്തും ഇയാൾക്ക് നിലനിൽപ്പില്ല. ഇയാൾ കപട രാഷ്ട്രീയക്കാരൻ. ഇത് തർക്കമില്ല. സന്ദീപ് വാര്യർ അതുകൊണ്ട് മുസ്ലിങ്ങളെ പഠിപ്പിക്കാനും ക്രിസ്ത്യാനി പഠിപ്പിക്കാനും ദേശസ്നേഹികളെ ഒന്നും പഠിപ്പിക്കാനും ഇന്ത്യ മഹാരാജ്യത്ത് ഇറങ്ങണ്ട. അത് വില പോകത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.